എറണാകുളം മൂവാറ്റുപുഴയിൽ ബാറ്ററി മോഷണക്കുറ്റം ആരോപിച്ച് കസ്റ്റഡിയിലെടുത്ത് മർദ്ദിച്ചെന്ന യുവാവിന്റെ ആരോപണം തള്ളി പോലീസ്. ആരോപണം ഉന്നയിച്ച അമൽ ആന്റണി സംഭവ ദിവസം സ്റ്റേഷനിലെത്തി മടങ്ങുന്ന CCTV ദൃശ്യങ്ങൾ പുറത്തുവന്നു. മോഷണക്കുറ്റം ആരോപിച്ച് പോലീസ് കസ്റ്റഡിയിലെടുത്ത് ജീപ്പിൽ വെച്ച് മർദ്ദിച്ചുവെന്നായിരുന്നു അഖിലിന്റെ പരാതി. സിജോ വർഗീസ് വിശദാംശം നൽകും. സിജോ, ഈ അഖിലിന്റെ പരാതി തള്ളുന്നത് സാധൂകരിക്കുന്ന ദൃശ്യങ്ങളാണോ ഈ CCTVയിലുള്ളത്? സൈഫുദ്ദീൻ ഓഗസ്റ്റ് 12-നാണ് അമലിനെ ഈ മൂവാറ്റുപുഴയിലെ ബാറ്ററി മോഷണവുമായി ബന്ധപ്പെട്ട പോലീസ് കസ്റ്റഡിയിലെടുക്കുന്നത്. പിന്നീട് ചോദ്യം ചെയ്ത ശേഷം വിട്ടയക്കുകയും ചെയ്തിരുന്നു. എന്നാൽ അതിനുശേഷമാണ് പിന്നീട് അമൽ ഇത്തരത്തിൽ തനിക്ക് മർദ്ദനമേറ്റതായി കാട്ടി മുഖ്യമന്ത്രിക്കും മനുഷ്യാവകാശ കമ്മീഷനും DGPക്കും ഉൾപ്പെടെ പരാതി നൽകുന്നത്. അതായത് ഈ കേസുമായി ബന്ധപ്പെട്ട ചില CCTV ദൃശ്യങ്ങൾ, അമൽ ബാറ്ററിയുമായി പോകുന്ന CCTV ദൃശ്യങ്ങൾ ലഭിച്ചിരുന്നു. അതിന് പിന്നാലെ വീട്ടിലെത്തിയ പോലീസ് വീട്ടുകാരുടെ മുന്നിലിട്ട് വലിച്ചഴിച്ചു കൊണ്ടുപോയി പിന്നീട് ജീപ്പിൽ വെച്ച് ക്രൂരമായി മർദ്ദിച്ചു എന്നാണ് ഈ പരാതിയിൽ പ്രധാനമായും പറഞ്ഞിരുന്നത്. പക്ഷേ ഈ പരാതിയിൽ കഴമ്പില്ലെന്ന ഒരു നിലപാടാണ് ഇപ്പോൾ പോലീസ് സ്വീകരിച്ചിരിക്കുന്നത്. അതിന് തെളിവായി പോലീസ് സ്റ്റേഷനിലെ CCTV ദൃശ്യങ്ങളാണ് പുറത്തുവിട്ടിരിക്കുന്നത്. അതായത് ഈ സംഭവ ദിവസം അമൽ ഈ സ്റ്റേഷനിൽ എത്തുന്നതും പിന്നീട് അവിടെ നിന്ന് മടങ്ങുന്നതും ഈ ദൃശ്യങ്ങളിലുണ്ട്. ഇത്തരത്തിൽ ക്രൂരമായ മർദ്ദനമേറ്റ ഒരാൾ, അതായത് കഴുത്തിന്റെ പിൻഭാഗത്ത് കഴുത്തിനടക്കം ശക്തമായ മർദ്ദനം ഏറ്റിട്ടുണ്ട്, പരിക്കുകളുണ്ട് എന്നുള്ള ഒരു കാര്യമാണ് പരാതിയിൽ പ്രധാനമായും അമൽ പറഞ്ഞിരുന്നത്. ഇത്തരത്തിൽ മർദ്ദനമേറ്റ ഒരാൾ എങ്ങനെയാണ് ഇങ്ങനെ സ്റ്റേഷനിൽ വന്നു പോകുന്നത് എന്നുള്ളൊരു ചോദ്യമാണ് പ്രധാനമായും പോലീസ് ഉന്നയിക്കുന്നത്. അതിന് തെളിവായി ഈ CCTV ദൃശ്യങ്ങൾ സഹിതം കാണിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട് ഒരു അന്വേഷണം പോലീസ് സമാന്തരമായി നടത്തുന്നുണ്ട്. ഈ മേലുദ്യോഗസ്ഥർക്ക് ഈ CCTV ദൃശ്യങ്ങൾ അടക്കം ചൂണ്ടിക്കാട്ടിയാണ് റിപ്പോർട്ട് പോലീസ് നൽകിയിരിക്കുന്നത്. എന്തായാലും ഇത്തരത്തിൽ ഒരു ആരോപണം, അതിൽ കഴമ്പില്ല, പരാതിയിൽ കഴമ്പില്ല എന്ന് തന്നെയാണ് പ്രധാനമായും പോലീസ് പറയുന്നത്. മറ്റൊരു കാര്യം, ആരാണ് യഥാർത്ഥത്തിൽ ഈ മോഷണം നടത്തിയത് എന്നുള്ളത് സംബന്ധിച്ചുള്ള ഒരു അന്വേഷണം അത് പോലീസ് നടത്തുന്നുണ്ട്. പക്ഷേ ഇതുമായി ബന്ധപ്പെട്ട് മറ്റൊരു കേസ് എടുത്തിട്ടില്ല. അതിന് പോലീസ് പറയുന്ന ഒരു വിശദീകരണം, ഈ ചെറിയൊരു കേസാണ്, താരതമ്യേന ചെറിയൊരു കേസാണ്, സാങ്കേതിക തടസ്സങ്ങളുണ്ട് ഇത്തരം പരാതിയിൽ കേസെടുക്കുന്നതിന്. പക്ഷേ ഈ മോഷണവുമായി ബന്ധപ്പെട്ട് ഒരു അന്വേഷണം പോലീസ് നടത്തുന്നുണ്ടെന്നുള്ളൊരു വിശദീകരണം കൂടി പോലീസ് നൽകുന്നുണ്ട്. എന്തായാലും തന്നെ കള്ളക്കേസിൽ കുടുക്കി എന്ന് കാട്ടി അമൽ മനുഷ്യാവകാശ കമ്മീഷൻ മുഖ്യമന്ത്രിക്കും DGPക്കും എല്ലാം തന്നെ പരാതി നൽകിയിട്ടുണ്ട്. ഇതിൽ തുടർ നടപടികൾ ഉണ്ടായില്ലെങ്കിൽ കോടതിയെ സമീപിക്കുമെന്ന സൂചനയും നേരത്തെ തന്നെ നൽകുകയും ചെയ്തിരുന്നു.